ദൈവം നമുക്ക് നമ്മുടെ ഈ ജന്മം ദാനമായി തന്നപ്പോൾ ആ ജന്മത്തിലൂടെ നാം നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുണ്ട്. അങ്ങനെ പദ്ധതി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പദ്ധതി നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ദൈവം നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ദൈവത്തിന് പക്ഷെ അത് നിക്ഷേപിക്കാനേ സാധിക്കുകയുള്ളൂ. അത് എടുത്ത് ഉപയോഗിക്കേണ്ടത് നമ്മളാണ്. അത് എടുത്തുപയോഗിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് ഉപയോഗിക്കുന്നതിലൂടെയാണ് നാം നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ചെയ്യണം. ഈ സുനിത വില്യംസിനെ കുറിച്ചും ബുച്ച് വിൽമോറിനെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾ സമാപിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതൊരു ചിന്ത ഇതാണ്. അവർ പറയുന്നുണ്ട്, അവനവൻ്റെ ജീവിതത്തിന് വിലയിടാനായിട്ട് വേറെ ആരെയും അനുവദിക്കരുത്. അവനവൻ്റെ ജീവിതത്തിൻ്റെ കഴിവുകളുടെ പരിധി നിശ്ചയിക്കാനും വേറെ ആരെയും അനുവദിക്കരുത്. കാരണം അത് അവനവൻ തന്നെ കണ്ടെത്തേണ്ടതാണ് എന്നാണ്. കാരണം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അത് എവിടെയോ നിക്ഷേപിച്ചിട്ടുണ്ട്. നിക്ഷേപിച്ചതാരാ? ദൈവം തന്നെയാണ്. ദൈവം നമ്മിൽ നിക്ഷേപിച്ച കഴിവുകളെ കണ്ടെത്തി അതിനെ വേണ്ട വിധം ഉപയോഗിച്ചാൽ നമുക്ക് ഏത് ലക്ഷ്യവും സാധിച്ചെടുക്കാൻ സാധിക്കും. അവർ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്: embrace every opportunity that comes in our way because one does not know which leads us to success. നമ്മുടെ നേരെ വരുന്ന ഏത് അവസരങ്ങളെയും നമ്മൾ ഉപയോഗിക്കണം, അവയെ സ്വാഗതം ചെയ്യണം. കാരണം ഏതിലൂടെയാണ് നമ്മളുടെ കഴിവുകളുടെ പൂർണ്ണമായ വികസനം ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വിജയം നമ്മുടെ കയ്യിലാണെന്നും അത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നാം തന്നെ തുനിയണമെന്നും നാം തന്നെ തുനിഞ്ഞിറങ്ങിയാലേ ആ വിജയം ദൈവം നിശ്ചയിച്ച വഴിയിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നും ഇവർ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അനന്തമായ സാധ്യതകളുള്ള ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുന്നത്, ഒരു ചിന്ത കൂടി പറയട്ടെ, അവരുടെയൊക്കെ ജീവിതം നമ്മെ പഠിപ്പിക്കേണ്ടത് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് നമുക്ക് ജീവിതം കുറച്ചൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണല്ലോ. പക്ഷേ നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി ഈ ശാസ്ത്രീയമായ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ അനന്ത സാധ്യതകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ജീവിതം ഒഴിഞ്ഞു വെച്ചവരെ നമ്മൾ നമിക്കണം. കാരണം അവരുടെ ജീവിതവും വിലപ്പെട്ടതാണെന്ന് അവർക്കറിയാവുന്നുണ്ടെങ്കിലും ആ വിലപ്പെട്ട ജീവിതം അവർക്ക് വേണ്ടി തന്നെ ചെലവഴിക്കാനുള്ളതല്ല എന്നും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ചരിത്രത്തിന് തനിക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകൾ നൽകിയിട്ടേ ഈ ജന്മത്തിൽ നിന്നും ഞാൻ വിടവാങ്ങുകയുള്ളൂ എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. അപ്പം നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും കൊച്ചു ജീവിതങ്ങളിലൂടെ നമുക്ക് വേണ്ടി തന്നെ അല്ലാതെ ഒന്ന് ചിന്തിക്കാനും നമുക്ക് അപ്പുറമുള്ള ലോകത്ത് നമ്മെ ഓരോരുത്തരെയും നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാനായിട്ട് ദൈവം നിയോഗിച്ചിട്ടുള്ള ആ സൽപ്രവർത്തികൾക്ക്, അല്ലെങ്കിൽ നന്മ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവുകളും നമ്മുടെ സമ്പത്തും ഒക്കെ ചിലവിടുമ്പോൾ അല്ലെങ്കിൽ വിനിയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് പുതിയൊരു മാനം കൈവരും, ഒരർത്ഥം കണ്ടെത്താൻ പറ്റും. നാം നമ്മിൽ തന്നെ ഒതുങ്ങിക്കൂടുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെ വിഴുങ്ങുന്നത് എന്ന് മറക്കരുത്. നമ്മളെ വിഴുങ്ങുന്ന നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാൻ അവരുടെ പ്രശ്നങ്ങളിൽ അവനവനെ വിനിയോഗിച്ചുകൊണ്ട് അവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ നാം പരിശ്രമിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.